സ്റ്റോറിയിലോട്ട് പോവാം. പറയുന്ന കേട്ടി നീ പഠിക്കുന്ന പ്രായമാണ്. ഈ പഠിക്കുന്ന പ്രായത്തിൽ എൻ്റെ മേലെ എനിക്കൊരു ഫീലിംഗ് ഒന്നുമില്ല. ഒരു ഒരു എന്നെ കണ്ടുപിടിച്ചത് അതുപോലെയാണ്. നീ പഠിക്കാൻ പോകാൻ സുഖപ്പെടുന്നു പറഞ്ഞിട്ട് പോയി. ഇത് കേട്ട് സാഡായി. ഫ്രണ്ട്സ് പറയാം, മച്ചി സാഡാകണ്ടടി, ഞാൻ എന്താ ചെയ്യാം, എനിക്ക് ഇഷ്ടപ്പെട്ടിനല്ലോ. ഷോ ഇവിടെ ഒരു കാര്യം സാഡാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് പോയി. കോളേജിലേക്ക് ഫസ്റ്റ് ഇയറാണ്. പ്രിയ പ്രിയ ആ അമ്മേ എന്താ പറ്റി? റെഡിയായോ അമ്മ? ആ ഫുഡ് കഴിച്ചോ? ശരി അമ്മ. താങ്ക്സ് മമ്മി. താങ്ക് യു പറഞ്ഞാൽ മതി. പ്രിയ അയ്യോ അച്ഛ എന്താ പറ്റി? ശരി മോളെ, ഈ ഫുഡ് കഴിച്ചോ? ശരി. കോളേജിൽ പോകണ്ടേ? ആ പോവാം അച്ഛാ. ശരി. ടിഫിൻ എല്ലാം റെഡി. അമ്മ പറയാം, പ്രിയ എന്താ ടിഫിൻ? താങ്ക്സ് മാ. എന്താ ഫുഡ്? ചിക്കൻ ബിരിയാണി, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എല്ലാം ഉണ്ട്. താങ്ക്സ് അമ്മ. ശരി. പ്രിയ ഓ രണ്ട് അമ്മ ബായ് അമ്മ. ശരി. പ്രിയ വന്നു. മച്ചി ഹായ്. എന്നാ റോസ്? ആ എന്തില്ലടി കീർത്തി, നീ എന്നൊരു വല്ലാതെ. എടി നമസ്തേ, കോളേജിലേക്ക് പോകുന്നതാ. ആ ശരി ഓക്കെ. അങ്ങനെ രണ്ടുപേരും ഹാപ്പി സംസാരിക്കുമ്പോൾ റോസ് ഫോൺ വന്നു. ഹലോ. ആ ശരി ചേട്ടാ, ഞങ്ങൾ വരാം. റോസ് പറയാം, എടി മച്ചി നമുക്ക് പോവാം. എന്തടി ബസ്സിലല്ലേ പോകുന്നത്? ഇല്ലടി ചേട്ടൻ വന്നിട്ട്. ചേട്ടൻ ഇപ്പോൾ വരാം, ഇവിടെ നിന്നോ. എന്നാ മോളെ? ചേട്ടൻ വന്നിരുന്നു അങ്കിൾ. ശരി മോളെ. അങ്ങനെ ചേട്ടൻ വന്നു. ഹായ് ഗേൾസ്. ഹായ് ചേട്ടാ. ഹായ്. ഇവിടെ കുറേ കുട്ടികളെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ നിങ്ങളായിട്ട് ഫസ്റ്റ് ഇയർ അല്ലേ? അതെ ചേട്ടാ. ഞാൻ നിങ്ങൾക്ക് സീനിയറാണ്. എന്ത് പറഞ്ഞ സീനിയറാ? അതെ, ഞാൻ തേർഡ് ഇയറാണ്. ശരി ചേട്ടാ. ശരി ഓക്കെ. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ എന്നോട് പറയണം, മനസ്സിലായ കുട്ടികളെ? ശരി സീനിയർ. ശരി. അങ്ങനെ കാറ് കൊണ്ടുവന്ന് ക്ലാസ്സിൽ അതെ ഗ്രൗണ്ടിൽ, അതെ കാറ് വെക്കുന്ന പ്ലേസിൽ കൊണ്ടുവന്നിട്ട് അവർ ഡ്രോപ്പ് ചെയ്ത് കുട്ടികളെ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഫസ്റ്റ് ഞാനാണ് നിങ്ങളെ ഡ്രോപ്പ് ചെയ്യുക. ശരി സീനിയർ. അങ്ങനെ ക്ലാസ്സിനകത്ത് വരുമ്പോൾ സീനിയർ കാറിനെ അടുപ്പിച്ച് കുറച്ച് ബോയ്സ് പറഞ്ഞ സെക്കൻഡ് ഇയർ സീനിയർമാർ സ്റ്റോപ്പ്, നിങ്ങൾ ഫസ്റ്റ് ഇയർ അല്ല, നിങ്ങൾ വാ. എന്താ അങ്ങനെ സംസാരിക്കാം. എൻ്റെ പേരെന്താ? എന്താ പേര് പറയുന്നത്? അങ്ങനെ കുറച്ച് പേര് കേട്ടിട്ട് കളിയാക്കാൻ തുടങ്ങി. അവിടെ നിങ്ങളാണ് കമ്മിറ്റാണ് അത് ഇങ്ങനെ പ്രിയ പറയാൻ വരുമ്പോൾ SK സ്റ്റുഡൻറ്റ് സീനിയർ. സോറി സീനിയർ. എന്താ ഇവിടെ എൻ്റെ അനിയത്തി പുറകെ നടക്കുക? സോറി സീനിയർ, ഇനി മേലെ എൻ്റെ അനിയത്തി പുറകെ നടന്നാൽ നിങ്ങളെ വെച്ച് ചെയ്യും. അങ്ങനെ പേടിച്ച് 4 പേർ ഓടിപ്പോയി. താങ്ക് യു ചേട്ടാ. ബാ നിങ്ങളെ ക്ലാസ് ഞാൻ കൊണ്ടുപോയിട്ടാക്കാൻ. ഞാൻ കൊണ്ടുപോയിട്ടാക്കിയിട്ട് വന്നു. അപ്പോൾ ബാക്കി ഫ്രണ്ട്സ് വന്നു. എന്താടാ അർജുൻ? ഇല്ലടാ, ഇത് എൻ്റെ അനിയത്തിയാണ്. അത് റോസ് കളറുള്ളത്. അതെന്താടാ നീ കേൾക്കുന്നത്? അതാരാടാ? അവളെനിക്ക് അനിയത്തി മധുരമാണ്. ഇവർ 3 പേര് എൻ്റെ അനിയത്തിമാർ. മേല എൻ്റെ അനിയത്തി പുറകിൽ നടന്നാൽ നിങ്ങളെ കാലിലോടിക്കും. സോറി മച്ചാ. ശരി അങ്ങനെ സുഖം അല്ല അവന്. അതെ അർജുൻ മിരട്ടി പോയി. ശരി ഓക്കെ. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ക്ലാസ്സിൽ വാവ് എല്ലാവരും എൻട്രി പേര് പറഞ്ഞു സാറിന് ക്ലാസ് തുടങ്ങി. മച്ചി എന്താടി പറഞ്ഞു കേൾക്കടി, എനിക്ക് സാഡാന്നല്ലടി. അതെ അങ്ങനെ ക്ലാസ് തുടങ്ങി. അങ്ങനെ കാറെടുത്തു. കൊണ്ടുപോയൊക്കെ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിട്ടാക്കി. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് പോയി. മച്ചി എന്താടി? അതെ ഇപ്പോൾ കുറച്ച് ഡേയ്സ് പോയി. ഇപ്പോൾ എല്ലാ ക്ലാസ്സെല്ലാം ഭയങ്കര ബിസി ആവാൻ തുടങ്ങി. കോളേജ് നന്നായിട്ട് പഠിച്ചു. ഇപ്പോൾ തേർഡ് ഇയർക്ക് എത്തി. ഫ്രണ്ട്സ് പറയും, മച്ചി അതെ ഇങ്ങനെ തേർഡ് ഇയർ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ഗ്രാജുവേറ്റ് നടക്കാൻ പോകുന്നു. അപ്പോൾ സീനിയർ. അപ്പോൾ അതെ റോസിൻ്റെ ചേട്ടൻ ഗ്രാജുവേറ്റുമായി. ഇപ്പം നല്ലൊരു കമ്പനി, നല്ല അതെ ബിസിനസ് പറഞ്ഞ ഒരു കമ്പനിയിൽ ഒരു ജോലി ചെയ്യാണ്. അങ്ങനെ ഒരു കമ്പനി ജോലി ചെയ്യാണ്. ഷുഗറിൻ്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. എന്താടി എൻ്റെ ചേട്ടനും കാണുന്നില്ലല്ലോ? അതേ മച്ചി ഗ്രാജുവേറ്റ് ആയല്ലേ വരൂ. അങ്ങനെ ഗ്രാജുവേറ്റ് ടൈമിലാകുമ്പോൾ റോസിൻ ചേട്ടൻ വന്നു. അങ്ങനെ ഗ്രാജുവേറ്റ് നന്നായിട്ട് നടന്നു. വാവ് ചേട്ടാ സൂപ്പറല്ലേ ചേട്ടാ? ശരി നിങ്ങൾക്ക് പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഗ്രാജുവേറ്റായി. എല്ലാ ഫുഡ് ഒരു കാറിൽ എല്ലാവരും അവരുടെ ബാഗെല്ലാം വെച്ചു. ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡെല്ലാം കഴിക്കുമ്പോൾ കുറച്ച് ഗൺ ഷൂട്ട് സൗണ്ടെല്ലാം കേട്ടു. ഇത് 3 പേര് പേടിച്ചു പോയി. അയ്യോ ഇതെന്താ ഇവിടെ നടക്കുന്നത്? അങ്ങനെ വന്നായിരുന്നു. മാസ്ക് ഇട്ടായിരുന്നു. ആർക്കും അറിഞ്ഞില്ലായിരുന്നു. അതെ മാഫിയ അവിടെ ഷുഗറിൻ്റെ കയ്യിൽ നിന്ന്
ഷുഗറിൻ്റെ വീട്ടിൽ ഒരു ഡോക്യുമെൻ്റ് എടുത്തുകൊണ്ട് ഓടിപ്പോയായിരുന്നു ആ ക്രിമിനൽ. അങ്ങനെ ആയിട്ട് ഡോക്യുമെൻ്റ് ഷുഗറിൻ്റെ ആ ഡോക്യുമെൻ്റ് എടുത്ത് അവൻ ഓടിപ്പോയായിരുന്നു. അങ്ങനെ ഷുഗറിൻ്റെ ആൾക്കാർ ഷുഗർ പറഞ്ഞു അവരെ പിടിയരുത്. അങ്ങനെ ഷുഗർ അവനെ പിടിച്ച് അവിടെ കയ്യിൽ ഡോക്യുമെൻ്റ് ചിപ്പ് എടുത്ത് 4-5 അവനെ കൊന്നു കണ്ടു സുഖ തിരിഞ്ഞു യഥാർത്ഥ ചെയ്ത് നോക്കുക. ഷുഗർക്ക് ഷോക്ക്. ഇവളെന്താ ഇവിടെ ചെയ്യുന്നത്? ഷുഗർ പറഞ്ഞു ഇവിടുന്ന് പോവാ. അങ്ങനെ സുഖം നോക്കിയിട്ട് ഇരുന്നിട്ട് പോയി. എല്ലാവരും പേടിച്ചു വന്നു. അയ്യോ അങ്ങനെ പേടിച്ചവർ വീട്ടിൽ പോയി. അങ്ങനെ അതെ കീർത്തിക്ക് പനി വന്നു. പേടിച്ചിട്ട് അവിടെ നിന്ന് മയങ്ങിയായിരുന്നു കീർത്തിക്ക് പനി വന്നു. ഏടി റോസ് എന്നടി ക്ലാസ്സൊക്കെ ഇന്ന് കീർത്തി വന്നില്ലായിരുന്നു, നമുക്ക് അവളെ വീട്ടിലേക്ക് പോവാം അങ്ങനെ പറഞ്ഞു. അങ്ങനെയായിട്ട് ഇപ്പം നമുക്ക് ഷുഗറിൻ്റെ അവിടെ നോക്കാം. ഷുഗർ തുടങ്ങി. അവൾ തന്നെയാണോ? ഷുഗർ കുറച്ച് കൺഫ്യൂസ് ആയിരുന്നു. ഷുഗറിൻ്റെ അമ്മയോ അച്ഛനും വന്നു. ഷുഗർ എപ്പോഴാ മാരേജ് കഴിക്കുക? ശരി അമ്മ നോക്കിയോളാം, ഇവൻ ഇപ്പോഴും പറയാം. അങ്ങനെ ഇവളെ പേരാണ് ജാസ്മിൻ. നീ മാരേജ് കഴിക്കണം, ഡേറ്റിംഗ് പോകണം അങ്ങനെ പറഞ്ഞായിരുന്നു. നോക്കാം അമ്മ എന്ന് പറഞ്ഞു. ഷുഗർ സമ്മതിച്ചു. അങ്ങനെയായിട്ട് നോക്കാം ഡേറ്റിംഗ് പോയിട്ട്. ഷുഗറിൻ്റെ അമ്മ കെയർ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് അസുഖമായിരുന്നു. അമ്മയ്ക്ക് ടെൻഷൻ ആവാൻ അങ്ങനെ ഷുഗർ സമ്മതിച്ചു. അങ്ങനെ ഡേറ്റിംഗ് പോവാം. മോളെ അമ്മ ഇപ്പം എനിക്ക് ഗ്രാജുവേറ്റുമായി, നാളെ നീ ഡേറ്റിംഗ് പോകണം. അമ്മ ഞാനങ്ങനെ ഡേറ്റിംഗ് പോകാൻ പറ്റുമോ? പറഞ്ഞേക്ക് ഇവൻ അസുഖമാണ്, ഇവന് പോയി ഡേറ്റിംഗ് നാളെ പോവാ, കോഫി ഷോപ്പ് മീറ്റിംഗ് ചെയ്യുന്നു പറഞ്ഞു. അതേ കോഫി ഷോപ്പിക്കാണ് ഷുഗർ വരുന്നത്. അങ്ങനെ ഷുഗർ നോക്കിയപ്പോൾ എനിക്കുണ്ട് ഷുഗർ അങ്ങനെ സംസാരിക്കുമായിരുന്നു. ഷുഗർ യഥാർത്ഥം തിരിഞ്ഞു നോക്കും. ഷുഗർക്ക് ഷോക്ക്. ഇവളെന്താ ഇവിടെ ചെയ്യുന്നത്? ഷുഗർ നോക്കി. അങ്ങനെ ഷുഗർ നോക്കിയോണ്ടേ ശ്രദ്ധിച്ചോണ്ടേ. ഹായ് അശോക്, ഹായ് ഐ എം പ്രിയ, ഹായ് നൈസ്. ഷുഗർക്കെല്ലാം സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ഷുഗർക്കും കേൾക്കായിരുന്നു. ഷുഗർ നോക്കിയോണ്ടായിരുന്നു. അതെ ടേബിൾ അടുത്തായിരുന്നു, കുറച്ച് ദൂരം. ഇവിടെ സംസാരിക്കുക ഷുഗർക്ക് കേൾക്കുമായിരുന്നു. ഷുഗർ പറയാം, എനിക്ക് എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. നിനക്ക് ഓക്കെയാണോ മാരേജ്? എന്നെ ഇഷ്ടപ്പെട്ടു? അത് ഓക്കെ അമ്മയച്ഛൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡേറ്റിംഗ് വന്നത്. ഷുഗർ പറയാം, എനിക്ക് ഓക്കെയാണ്, നിനക്ക് ഓക്കെയാണോ? കുറച്ച് ഡേറ്റിംഗ് ചെയ്ത് നോക്കാം, പിന്നെ നമുക്ക് ഓക്കെ സെറ്റായാൽ നമുക്ക് മാരേജ് കഴിക്കാനും അതെന്ന് പറഞ്ഞു. ഓക്കെ എന്ന്